ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ ഇന്നൊരു മുന്തിരിക്കൊലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാ തരം പുളിശ്ശേരികളും എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ. മാമ്പഴ പുളിശ്ശേരി, അതുപോലെ വാഴക്കയിട്ട്, പിന്നെ വെണ്ടയ്ക്കയിട്ട്, അങ്ങനെ പല ഇത് നമുക്ക് തോന്നുന്നതെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല, മുന്തിരി പുളിശ്ശേരി. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ. ഇത് ഫുൾ എടുക്കണില്ല, ഞാൻ ഇതിന് കുറച്ചെടുത്ത് നമ്മുടെ മുന്തിരിയൊക്കെ അത്യാവശ്യം കീടനാശിനിയൊന്നും അടിക്കാണ്ട് നമുക്ക് കിട്ടണ ഇതല്ല അല്ലേ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ട് ഒരു അരമുക്കാൽ മണിക്കൂറൊന്ന് അതിലെ ഇതൊക്കെ പോകാൻ വേണ്ടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് പുളിശ്ശേരി ഉണ്ടാകും. അപ്പം ഞാനിവിടെ മുന്തിരിയൊക്കെ 3-4 തവണ കഴുകി എടുത്തു കേട്ടോ, നല്ല വെള്ളത്തിൽ. ആ മഞ്ഞളും ഉപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് 5-6 തവണ കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു ചട്ടിക്കകത്തേക്ക് ആ കഴുകി മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും, മുളക് പൊടി വേണവർക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് ഇട്ടു. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കുറച്ച് വെള്ളോടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒത്തിരി വേവൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. പുളിശ്ശേരിക്കുള്ള തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്, കാരണം മുന്തിരിക്കൊക്കെ അല്പം പുളിയൊക്കെ വരില്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്, പിന്നെ ചെറുള്ളി, ജീരകം ഇത്ര ആട്ടോ ചേർത്തേക്കണേ. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒത്തിരി പൊട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ഇതിന് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പൊക്കെ മാറ്റുമ്പോൾ പൊട്ടുമല്ലോ എന്നുണ്ടോ. ഈ പാകത്തിന് എന്നാലും അങ്ങ് കുഴയാൻ വേണ്ടി ഞാനങ്ങ് വെച്ചില്ല കേട്ടോ. ഞാൻ ഈ തേങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ മുന്തിരിങ്ങ പൊട്ടിയ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നാണ്. അപ്പോൾ ഉടച്ചെടുക്കാണ്ട് പതിയെ നമുക്കിങ്ങനെ ഈ തേങ്ങയും ഇതും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ പുളിശ്ശേരിക്കായിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞുണ്ടോ, നല്ല കട്ട തൈരായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒട്ടും പുളിയില്ല, മുന്തിരിങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉള്ളതായതുകൊണ്ട് ഞാൻ ഒട്ടും പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തേങ്ങയും അരപ്പും മുന്തിരിങ്ങ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അരപ്പിനൊക്കെ. ഇനി ഞാൻ ഈ തൈരങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. നമ്മുടെ മോരിങ്ങനെ തിളച്ചാൽ അത് പിരിഞ്ഞു പോകുന്ന പല കൂട്ടുകാരും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കറി വെച്ചാൽ പിന്നെ ആ മോരിരുന്ന് പുളിച്ചു പോകൂലേ. ഇതിങ്ങനെ തിളപ്പിച്ച് പതിയെ ഒന്ന് കുറുക്കിയെടുക്കുവാണെങ്കിൽ പിന്നെ ആ മോരിന് പിന്നെ പുളി ഉണ്ടാവില്ല കേട്ടോ, പുളിച്ച് വരില്ല. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. കണ്ടോ മോര് തിളയ്ക്കണം കണ്ടോ. ഞാൻ ഇനി ഇത് തിളച്ച് പാകമായിട്ട് വരുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അല്പം ഇങ്ങനെ കുറുക്കി എടുക്കുകയും അല്പം വറ്റിച്ച് എടുക്കും. പുളിശ്ശേരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ മോരൊക്കെ ഒരുമാതിരി പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയിട്ടത് കണ്ട നല്ല അടിപൊളി. ഇത് നമുക്കൊന്ന് താളിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാൻ മോരിന് മുന്തിരിങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ മോരിനും കൂടെ ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിനി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് മാത്രം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കടുകൊന്ന് താളിച്ചൊഴിക്കും കേട്ടോ. അല്പം മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു, അല്പം ഭംഗി കിട്ടാൻ വേണ്ടി. ഇതിങ്ങനെ അങ്ങ് മൂടി വെക്കണം കേട്ടോ, ഇളക്കാണ്ട്. മൂടി വെച്ചില്ലെങ്കിൽ നമുക്കതിൻ്റെ കടുകൊക്കെ അങ്ങ് താണു പോകും. മൂടി വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ അപ്പം അങ്ങനെ മൂടി വെച്ച് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കണേ താന്നു പോവില്ല കേട്ടോ. ഇനി അല്പം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇളക്കി നോക്കിയാൽ അത് പൊങ്ങി തന്നെ കിടക്കും. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഇളക്കിയാൽ അത് കടുകെല്ലാം താണ് അടിയിലായി കിടക്കും കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യും, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.